പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ, കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. മുൻസിഫ് കോടതി മുൻസിഫുമായി സംവാദത്തിലേർപ്പെട്ട് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ SPC കേഡറ്റ്സ്. തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി നടത്തുന്ന സംവാദം പരിപാടിയിലാണ് SPC കേഡറ്റ്സിന് വടക്കാഞ്ചേരി മുൻസിഫ് കോടതി മുൻസിഫുമായി സംവദിക്കാൻ അവസരം ലഭിച്ചത്. രാവിലെ 10 മണിയോടെ തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ജയശ്രീ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് രാജശ്രീ ലൈഫ് സ്കില്ലിനെ കുറിച്ചും സോഷ്യൽ, ക്രിയേറ്റീവ്, കോഗ്നിറ്റീവ് സ്കിൽസ് ആർജിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചു. തുടർന്ന് അഡ്വക്കേറ്റ് സൗമ്യ വിവിധ കോടതികളും അവയുടെ പ്രത്യേകതകളും, അടിസ്ഥാനപരമായ നിയമസംഹിതകൾ, അവയുടെ പുതുക്കിയ നാമധേയങ്ങൾ, ഭരണഘടനയുടെ അന്തസ്സത്തെയും നിയമവ്യവസ്ഥകളും കുട്ടികൾക്ക് സരസമായി പറഞ്ഞുകൊടുത്തു. കോടതി വ്യവഹാരങ്ങളെക്കുറിച്ചും കോടതിയിൽ പാലിക്കേണ്ട പെരുമാറ്റ രീതികളെക്കുറിച്ചും അഡ്വക്കേറ്റ് അശ്വതി കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. 12 മണിയോടുകൂടി മുൻസിഫ് കോടതിയുടെയും മജിസ്ട്രേറ്റ് കോടതിയുടെയും സന്ദർശനം കുട്ടികൾക്ക് നവ്യ അനുഭവമായി. 1:45 മുൻസിഫ് കോടതി ജഡ്ജി യഹിയയുമായി നടന്ന സംവാദത്തിൽ ആനുകാലികമായ പല വിഷയങ്ങളും കുട്ടികൾ ഉന്നയിക്കുകയും പുതിയ തലമുറകളിൽ കടന്നുവരുന്ന ഡ്രഗ്സിന്റെ അമിത ഉപയോഗം, ഫോൺ അഡിക്ഷൻ, 18 വയസ്സിന് മുൻപേയുള്ള വാഹന ഉപയോഗം എന്നിവയെക്കുറിച്ച് വ്യക്തമായും കൃത്യമായും അദ്ദേഹം സിനിമകളിൽ അധികമായി കണ്ടുവരുന്ന വയലൻസും അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിലും ആശങ്ക പ്രകടിപ്പിച്ചു. 2:30 അവസാനിച്ച സംവാദം കുട്ടികളിൽ കൂടുതൽ നിയമാവബോധം വളർത്തുന്നതായി മാറി. SPC യൂണിറ്റ് CPO ജോഫി റോയ്, അധ്യാപിക KN ബിന്ദു, സ്കൂൾ കൗൺസിലർ MM മനീഷ എന്നിവർ സന്നിഹിതരായിരുന്നു. BCV ന്യൂസ്, വടക്കാഞ്ചേരി.